ഞാനൊന്ന് പോയി നോക്കിക്കോട്ടെ. നിനക്ക് അച്ഛനെ മരിച്ചവർക്കിടയിൽ തന്നെ തരണമെന്നും എന്താണ് ഇത്ര നിർബന്ധം? രാജധാനി എക്സ്പ്രസ് തട്ടിയതാ. ഫാസ്റ്റ് വണ്ടി അല്ലയോ, ബോഡി തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായി പോയി. ചേട്ടായി, ഈ ബാഗ് എത്തിനാ? അല്ല സാറേ. മക്കളെ, ഈ ചെരുപ്പോ? ഇത് അച്ഛൻ്റെ അല്ല. ഓ, എന്റെ അവസരം പുണ്യാളാ, നീ കാത്ത്. ചേട്ടായി, പോലീസ് പ്രേതവിചാരണ നടത്തിയാണ്. എന്തെങ്കിലും തെളിവിട്ടാണ് അവർ നമ്മളെ വിളിക്കും. അച്ഛൻ്റെ മൊബൈൽ ഫോൺ ഉണ്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി ഉണ്ട്. ഫോൺ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല. പിന്നെ CCTV ഫുട്ടേജ്, അതിനെ കുറിച്ച് എന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ അവർ നമ്മളെ വിളിക്കും. അയ്യോ, അതിനവർ നോക്കിയില്ലേ സാറേ? കൊച്ചനെ, 10 ദിവസം ചെയ്താൽ തീരാത്ത ജോലി വരും. ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ, പിന്നെ നമ്മുടെ സ്റ്റേഷൻ അതിനൊക്കെ സ്റ്റാഫുകളും ഇല്ല. ഇവിടെ നിന്ന് ഇറങ്ങി ഇടത്തോട്ടും വലത്തോട്ടുമുള്ള വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും CCTV ഫുട്ടേജ് നിനക്കൊന്ന് പരിശോധിക്കാമായിരുന്നല്ലോ സാറേ. അത് അയൽക്കാരെങ്കിലും അറിയുമല്ലോ എന്ന് കരുതിയാ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ. പറവശം എന്നാന്ന് ID കിട്ടിയോ? രക്തം ചെളിയൊക്കെ കൊണ്ട് ചീത്തയായോ? താനതൊന്ന് തുടച്ചു നോക്കണ്ടേ വിശ്വംബര? ആ പേര് വയ്ക്കാൻ കഴിയുന്നുണ്ടോ? ഇട്ടിത്തറയിൽ ആണ്ടിക്കുഞ്ഞോ? താൻ ആ വെട്ടത്ത് വെച്ച് ഒരു ഫോട്ടോ എടുത്ത് എത്രയും വേഗം ഫോണിലേക്ക് അയക്കണം. ഓക്കെ? ചേട്ടത്തി, ഇത് എന്നാണ് ഇപ്പൊ? രാവിലെ മുതൽ ആരും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ കഴിക്കാതിരുന്ന പോയ ആള് മടങ്ങി വരുമോ? ഒരുപക്ഷെ അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ സാറേ, അങ്ങനൊന്നും പറയല്ലേ. ഞങ്ങൾക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിയില്ല. അച്ഛനില്ലാഞ്ഞിട്ട് ശ്വാസം മുട്ടുന്നത് പോലെയാ. അച്ഛൻ, എന്റെ സ്വന്തം അച്ഛൻ. ഇതൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ശ്രീരത്ന. നീ ആധാർ കാർഡ് നോക്കിയേ മക്കളെ, അതിലെ പേരൊന്ന് വായിച്ചേ. ഈട്ടിത്തറയിൽ ചാണ്ടിക്കുഞ്ഞ്. ചേട്ടായി, അപ്പൊ അത് നമ്മുടെ അച്ഛനല്ലേ? കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അദ്ദേഹത്തിന്റെ ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട്.